ഇങ്ങനെ ഞാൻ ഇല്ലാത്തപ്പോ ചക്ക മുറിക്കും. അപ്പൊ ഞാൻ വന്നേ, അച്ഛൻ വന്ന് ചക്കയും കൊണ്ട് വന്നേ. എല്ലാരും പോയിട്ട് എന്റെ അച്ഛൻ ശരിയായിട്ടില്ല. മക്കളങ്ങനെ നമ്മളോട് കാട്ടിട്ടല്ല പറയുന്നേ. എനിക്കെന്റെ മോനോട് പാവം തോന്നുന്നു. എല്ലാവർക്കും പറഞ്ഞ ആൾക്കാരങ്ങ് പറയുന്നല്ലാണ്ട് ഒന്നും നമ്മ വില കൊടുക്കാൻ. അപ്പോൾ കുറേ നാളായില്ലേ നിങ്ങളെൻ്റെ മറ്റേ കുറച്ച് പോരൊക്കെ കണ്ടിട്ട്. അപ്പം ചാക്കൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. നേരെ നാറാത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അതിനത്ര വലിയ ഇതൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഞാൻ പാവാന്ന് തോന്നുന്നു. വലിയ പ്രശ്നമൊന്നുമില്ല. ഒന്നും എനിക്കിപ്പോൾ ഒന്നും അതിനെക്കുറിച്ച് ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ചെറിയ ബ്ലൂപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. സ്ഥിരം നമ്മൾ ഇപ്പോൾ കുറേ ആയാലും നമുക്ക് ബ്ലൂപ്പറൊന്നും കിട്ടില്ല. അങ്ങനെ കിട്ടില്ല എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്കിറ്റ് എടുക്കൽ കുറച്ച് കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എന്തായാലും പിന്നെ വിന്റേജിക്ക് ചെമ്മീൻ ലേശം കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടി തന്നെ അങ്ങോട്ട് കയറി പോകാമെന്ന് വിചാരിച്ച്. വരുമ്പോൾ ഇങ്ങോട്ട് ചേട്ടനെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടിരിപ്പിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയേക്കണം കേട്ടോ. ഞങ്ങൾ രണ്ടാളും ഇവിടെ നിൽക്കുകയാണ്. ആ വണ്ടിയിൽ കയറാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പോകും. അങ്ങനൊരു തീരുമാനത്തിൽ നിൽക്കുകയാണ്. പാവ സൈക്കിൾ നോക്കിയായിട്ട് ഇത് മറ്റേ എനിക്ക് ഇത് കാണുമ്പോൾ എന്താ ഓർമ്മ വരുന്നറിയില്ലേ, വന്ദനം സിനിമയിൽ നമ്മളെ ജഗദീഷ് ഈ സാധനം പോയിട്ട് ചവിട്ടുന്നില്ലേ, അതുപോലെ ഇട്ട് അതന്നെ. പണ്ട് തോന്നല്ലേ നമ്മൾ ആ വീഡിയോയിൽ ഇങ്ങനെ തന്നെയാന്ന് തോന്നുന്നല്ലേ നമ്മളെ ഇന്ദ്രൻ്റെ അവസ്ഥ. പണ്ട് ഇങ്ങനത്തെ അല്ലേ, എത്ര ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ പഴയത് കിട്ടിയാ. ആരെങ്കിലും ഉപയോഗിച്ച് പറഞ്ഞല്ല. ഫ്രണ്ടിൽ ടയറില്ല, പൈസ വേണ്ടേ? പൈസ വേണ്ടേ? 150 തന്നെ. ആരും കാണാത്ത വഴിയിലെ കൂടി ഞാൻ സഞ്ചരിച്ചു. ആരും കാണാത്ത, ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ. ഒരാൾക്കത് അറിഞ്ഞിട്ടില്ല. സൈക്കിളിന്റെ ഒരു 2 ടയറാണെന്ന് ഒരാൾക്കറിയില്ല. ഇത്രയും വർഷത്തിട്ട് നമ്മൾ പരസ്യമാക്കാം. നമ്മൾ പരസ്യമാക്കി ഒരാൾക്ക് പിടിക്കാൻ പറ്റില്ല. രണ്ട് ഇതുപോലത്തെ ചെറിയ ടയർ. പണ്ടത്തെ അവസ്ഥയൊക്കെ അങ്ങനെയൊക്കെ തന്നെ. നമ്മൾ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ വലിയ വലിയ ടീമൊക്കെ ഉപേക്ഷിച്ചിടുന്ന സാധനങ്ങൾ അന്വേഷിച്ച് നടക്കണം നമ്മളെ പണി. അവർ എവിടെയെങ്കിലും ആ ഒരു മൂലക്കൊക്കെ എന്തെങ്കിലും കിടപ്പുണ്ടോ എന്ന് നോക്കി ഭയങ്കര സന്തോഷം അത് കിട്ടുമ്പോൾ അല്ലേ. അതേ ഒരു ഇത് തന്നെയാണ് ഈ സ്കിറ്റിലും ഉള്ളത്. തന്ന സാധനം തിരിച്ച് വാങ്ങിക്കാൻ പാടില്ല. ഈ ഒരു പാൻറ് ഇട്ടേനാണ് ഇത് ഇവർക്ക്. അയ്യോ വണ്ടി വന്ന് നമ്മളെ മൻസൂർക്കാന്ന് കേട്ടോ. ഇതാരും അല്ല, പുറത്തുനിന്നുള്ള ഒരാളും അല്ല നമ്മുടെ മൻസൂർക്കാന്ന്. മുഖെല്ലാം മറച്ചു വെക്കുന്ന ഇതെടുത്ത് വെക്ക. ഇപ്പൊ ഇങ്ങോട്ട് വെക്കുക സരസു പിടിക്കണം. മൻസൂക്കാന്ന് പിടി. മൻസൂക്കാനെ കൊണ്ടുവന്നാ നമുക്ക് അങ്ങനെയൊന്നുമില്ല. അതന്നെ അപ്പുറം വെക്കും. ഞങ്ങൾ ഈ വണ്ടിയിൽ അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ച്. ഓട്ടോ വിളിച്ചാലും പോരാ, പണി പഠിപ്പിക്കണം. ഇപ്പൊ ഗ്ലാമറിന് ഒരു കുറവുമില്ല. ഇനി കൂടുതൽ ഇനി ഉള്ളതല്ല ഉണ്ടാവും മനുഷ്യ. ബാബാ കേറ് കേറ്. നിനക്ക് തല്ലൊക്കെ ഇരിക്കാൻ പറ്റും. എവിടെയെങ്കിലും ഇരിക്കും. സൈഡ് സീറ്റ് അംഗം പിടിക്കാനായിട്ട് വരുന്ന ഞാൻ തോന്നുന്നു. ഇനി ഇടക്കിടക്ക് എവിടെയെങ്കിലും കയറാണ്ടെങ്കിൽ പറയാം എ സി ഒക്കെ ഓണാക്ക്. ഐസ് എടുക്കാം, ഐസ് എടുത്തിട്ട് വെച്ചിട്ട് എ സി കാണുന്നില്ല. വരുന്നുണ്ട്. ചെമ്മീത്തിന്റെ ആള് വരുന്നുണ്ട്. വായോ ഓടി വായോ. ഓടുവൊന്നും വേണ്ടേ, വെറുതെ പറഞ്ഞതാ പാവം. കാല് മറ്റേ പുള്ളി മൊത്തത്തിൽ പോയി കിടക്കാണ്. കാലും കയ്യും പല്ലും എല്ലാം പോയി കിടക്കാണ്. ഷർട്ടൊന്നും ഇല്ലാണ്ട് സ്വതന്ത്രനായിട്ട് നടക്കണം നല്ലത്. പക്ഷെ എന്താണ്, സൂര്യാഘാതം കിട്ടുമ്പോ മൊത്തത്തിൽ കിട്ടുന്നേ ഉള്ളൂ. ആ പോയിക്കോ ഓടിക്കോ. എന്നാ നമുക്ക് പോവാം. ഞങ്ങൾ ഈ വണ്ടിക്ക് വരണ്ടല്ല, സ്കൂട്ടിക്ക് വരണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇത് കയറിയത്. നല്ലൊരു കഴിപ്പിച്ച് കുടിക്കാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ അവിടെ ചെല്ലുമ്പോ അത് തുറന്നിട്ട് തിരിച്ചിങ്ങോട്ട് ചേട്ടനെ കൊണ്ട് വണ്ടിക്ക്. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നാട്ടോ. വെയിലിങ്ങനെ കത്തുന്നു. കണ്ടത്തിലൊക്കെ നോക്കി നല്ല വെയില്. വലുത് തായോ വെള്ളം. അമ്മ തുറക്കമ്മ. വെള്ളുണ്ടാ മൻസൂർക്കുണ്ട്. വാ ഇച്ചിരി സർബത്ത് കലക്കിയ. ഇച്ചിരി സർബത്ത്. ഞങ്ങള് കരിമ്പൻ ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ച്. ബാ കേറ് ബാ. ബാ അതൊന്നും കുഴപ്പമില്ല. നന്ദുവിന് ഇന്നലെ കൂട്ടിയിട്ടില്ല കേട്ടാ. ഇവിടെ ഉണ്ട് നന്ദു. ഇരിക്കും മൻസൂർ ഇരിക്കും. ഫാനിത് കൂട്ടിയിട്ടില്ലേ ഈ ചൂടിന് കുറച്ചുകൂടെ. ഇരിക്കും മൻസൂർക്ക്.
ഓ നല്ല ചൂടുണ്ടല്ലോ എനിക്ക് വേർത്തൊലിക്കുന്നില്ലേ ചമ്പോ എന്നോട് വന്നപ്പോ ഒരു വെള്ളം കുടിച്ചപ്പോ സുഖം കിട്ടി ഉപ്പിന്റെ ആവശ്യമില്ല അങ്ങനെ തന്നെ ഒഴുകല് ഇങ്ങനെ ഭയങ്കര ചൂടാന്ന് എല്ലാരും വെള്ളം കുടിച്ചിട്ട് മനസ്സിലും വെള്ളം കുടിച്ച് ഇരിക്കുന്നുണ്ട് എന്താമത് രണ്ടു എല്ലാം ഔട്ട്ഡോർ കിച്ചണൊക്കെ വേണം അല്ലേ ശരിയാണ് തക്കാളി ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പൊടി വാടൂല അതുകൊണ്ട് തക്കാളി ഇടുന്നതിന് മുന്നേ പൊടി വാട്ടുന്നതാണ് ചിക്കൻ കറിക്ക് കറിയെല്ലാം ആയിന്നൊക്കെ പറഞ്ഞു ചേട്ട പറഞ്ഞ എന്നോട് കറിയെല്ലാം ആയി എനിക്ക് വെളുപ്പിനെ എണീറ്റിട്ട് ഇതെല്ലാം ആക്കി തരാം ഇനി ഇതെടുക്കണമെന്ന് എന്തോളൂ അല്ല അപ്പൊ ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്ത് വരാം സ്കിറ്റ് ആരംഭിക്കാം അതെ എന്നാ പിന്നെ ഒന്നും കൂടി ഷെയ്ക്കാൻ്റെ ഇത് രണ്ടാമത്തെ ഷെയ്ക്കാൻ്റെ ആണെന്ന് അതെ ഓക്കെ മനസ്സിലാ അമ്മക്ക് ഇതൊരു പണിയാണ് തന്നേക്കണത് അമ്മ വിചാരിക്കുന്നുണ്ട് ഇത് അമ്മക്ക് നമ്മളമ്മ കൊടുത്തു വിട്ടതാ നമ്മളമ്മ കൊടുത്തു വിട്ടെന്ന് ഇത് അരിക അടിക്കാൻ വേണ്ടി കൊടുത്തു വിട്ടതാ അമ്മ ഇതൊന്ന് അരിക അടിച്ചു കൊടുക്കണം ബ്ലൗസിന്റെ തുണി എന്തോ മുറിക്കാനുണ്ട് അതൊന്നും മുറിക്കാനുള്ളത് ഏതാന്ന് നോക്കിയിട്ട് ഒന്ന് അരിക അടിച്ചു കൊടുക്കാൻ വേണ്ടി ആ അപ്പൊ അമ്മേന്റെ സാരി ശൈലനൊന്ന് ഏൽപ്പിച്ച് ശൈല അടിച്ചു വെക്കുന്നു പറഞ്ഞു നോക്കേ ഓക്കെ അമ്മേന്റെ സ്കിറ്റ് കണ്ട അമ്മ മതിവ്രതം കിടക്കിയിരിക്കുകയാണ് പാവമ്മ എന്താ അമ്മേ എവിടെ അവരെ കാണത്തില്ലല്ലേ ആ അമ്മക്ക് വേണ്ടിട്ട് നമുക്കും നല്ല കാലം വരുമ്പോ നമ്മൾ അച്ഛനമ്മമാരും അനുഭവിക്കണ്ടേ ഇവനോട് അവിടെ നിന്ന് പായിച്ചു വിടുന്നത് അമ്മ കരഞ്ഞിട്ട് പോണെന്നും നമ്മുടെ ഇന്ത്യല്ല ചിന്തിക്കണത് മറ്റുള്ള ആൾക്കാരും അങ്ങനെ ആകുന്നു ചിന്തിച്ചിട്ട് നമ്മൾ അപ്പൊ അത് ഓർത്തു മറ്റുള്ളവരുടെ കാര്യം ഓർക്കുമല്ല ശരിയാ ശരി അതെ അയ്യോ എത്ര ആൾക്കാർ അങ്ങനെ ഉണ്ടെന്ന് ചിന്തിച്ചു ആൾക്കാരുണ്ട് മക്കളങ്ങനെ നമ്മളോട് കാട്ടിയിട്ടല്ല പറയുന്നേ അവനിരിക്കണത് എത്ര ആ അമ്മനെ വെട്ടിക്കൊന്ന് ഞാൻ അച്ഛനെയും കൊല്ലാനിരിക്കുകയാണ് കൊല്ലം വീട്ടുകാരാണ് അവനങ്ങനെ ആക്കിയത് അതെന്താ അങ്ങനെയല്ലേ ഓരോരുത്തര മൈൻഡാണ് അപ്പൊ ഞാൻ എന്റെ കോസ്റ്റ്യൂമിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി അവൻ ഇങ്ങോട്ട് എന്തായാലും മാറ്റി ഇറങ്ങിയിട്ടില്ല അപ്പൊ ഇതാണല്ലോ ഇന്നത്തെ എന്റെ കൊച്ചമ്മ വേഷം പ്രശ്നമില്ല അപ്പൊ എന്തായാലും ഇനി കൊച്ചമ്മ വേഷത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി അവരിതേ ഇനി മാറ്റി ഇറങ്ങണം അത്രയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോരുത്തരൊക്കെ എനിക്ക് മാറ്റാൻ പോയിട്ടുണ്ട് എല്ലാവരും ഉണ്ട് നമ്മളെ സ്കിറ്റിൽ ചെറിയൊരു മാറ്റവും വന്നിട്ടുണ്ട് സ്കിറ്റ് ചെറുതാക്കി ഇത്രയുള്ള സ്കിറ്റ് ഇത്രയാക്കി ഷോർട്ടാക്കി ഷോർട്സ് ആക്കി ആ എനിക്ക് മനസ്സിലായി സാരി തട്ടിയിട്ട് നടക്കാൻ കഴിയുന്നില്ലല്ലേ എന്തിട്ടാ പാവം കുഞ്ഞി സ്കിറ്റിൽ മാത്രം ചെല് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കട്ടാ കൊച്ചമ്മ ചമഞ്ഞി ഞങ്ങളെ ലോങ് സ്കിറ്റാണ് ആദ്യം വിചാരിച്ചിരുന്നത് കേട്ടോ വലിയ സ്കിറ്റ് പക്ഷെ ഇപ്പൊ അത് ഒരു ഷോർട്ട് സ്കിറ്റ് ആക്കിയിട്ട് മാറ്റിയൊക്കെയാണ് ഷോർട്സ് ആക്കി മാറ്റിയൊക്കെയാണ് എന്തായാലും സംഭവം ഇതൊക്കെ തന്നെ പക്ഷെ ചെറുതാണെന്ന് മാത്രം അച്ഛൻ വന്ന് ചക്കയും കൊണ്ടുവന്നേ ചക്ക അച്ഛൻ എന്റെ മനസ്സറിഞ്ഞ് ചക്കയും കൊണ്ടുവന്നല്ല പച്ച പഴുക്കൂല അച്ഛ അടുത്ത ആഴ്ചയല്ലേ ചക്ക ആവുള്ളൂ അത് കറക്റ്റ് എൻ്റെ അറിഞ്ഞിട്ടാണത് കാരണം ഇന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇല്ലാത്തപ്പോൾ ചക്ക മുറിക്കും അപ്പം ഞാൻ വന്നു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച എനിക്ക് ഇവിടെ വരാനുണ്ട് അപ്പം ഞാനിവിടെ വരുമ്പോൾ അച്ഛാ കറക്റ്റ് സമയം പഴുക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കും അച്ഛൻ വേപ്പില വാഴയിൽ പൊതിഞ്ഞിട്ടാ ഓ കറിവേപ്പില നല്ല കറിവേപ്പില എന്താ അല്ലേ ഇവിടെ ഒരു വലിയ മരം ഉണ്ടായിട്ട് ഇപ്പം അതും ഇല്ല എല്ലാം ഇട്ട് ഇങ്ങനെ കൊണ്ടുവരേണ്ട അവസ്ഥയായില്ലേ എന്ത് ചെയ്യാനാ ഇവിടെ വന്നേക്കണം സ്കിറ്റിന്റെ ആള് ഓടിയോ നോക്കട്ടെ എന്താണ് നോക്കട്ടെ അവിടെ നടക്കുന്നത് ഇവിടെ പിന്നെ കുഴപ്പമില്ല സൗണ്ടിനൊന്നും പ്രശ്നമില്ല നോക്കി വന്നേക്കാം ക്യാമറ റോളിംഗ് സ്റ്റാർട്ട്
കുറച്ച് നീ പുറകെ വന്നിട്ട് ഇന്ദ്രില്ലേ ഇന്ദ്രു വരാണ്ട് ഇന്ദ്രു ഇവിടെ തൊട്ടാ മതി. നീ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് റെഡി സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് ആക്ഷൻ. ഓക്കെ റെഡി വാ. അപ്പൊ ഇല്ല ഓ ട്രൗസർ വേണ്ട. സബിയപ്പ എന്നാ ഇത് പിടിക്കണേ ഇത് അവളുടെ മുഖത്തേക്ക് സാനിറ്റൈസർ എടുക്കണം. ഓക്കെ ഇന്ദ്രുവാ ഇവിടെ ഷൂട്ട് നടന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ ബ്ലൂപ്പേഴ്സ് ചെറിയ വീഡിയോയുടെ വലിയ ബ്ലൂപ്പർ ഉണ്ടാവും. ഞങ്ങൾ വലിയ സ്കിറ്റ് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു. നീ മാറ്റിട്ട് ക്യാമറക്കാണ് നോക്കേണ്ടത് എനിക്ക് കേട്ടാ. നീ സന്തനം ഒളിഞ്ഞു നോക്കോളൂ. നീ ഇവിടെ ഒളിഞ്ഞു നോക്കുമ്പോ റെഡി അല്ലേ? സ്റ്റാർട്ട് വാ. പോയ അക്കടി എപ്പോഴാണ് വരുന്നത്? പോടി അലക്കടി പോയിട്ട്. കറക്റ്റാടി കട്ടാക്കിയില്ലെന്ന് കട്ടാക്കിയില്ല അളിയുടെ മൂത്തെറിയടി. ക്യാമറ സ്റ്റക്ക് ആയി കിട്ടുന്നു. റെഡി റെഡി സ്റ്റാർട്ട്. സിമ്പിൾ പരിപാടി. ഡയലോഗ് വേണ്ട. ഞാൻ എന്തെങ്കിലും പറയാം ഇങ്ങനെ എന്തെങ്കിലും ആക്കിയാൽ മതി. ഏതാണ്ട് പിള്ളേരെ കളിക്കണം. അതിൽ ശ്രദ്ധിക്കണ്ടോ ഇനി ടി വി കാണുമ്പോ ടി വി ഇന്ദ്രി പാവം പോലെ സോഫ പിടിച്ചു വന്നിട്ട് അവിടെ ഇരിക്കല്. അതാണ് ഇന്ദ്രിന്റെ ജോലി. ഇതൊക്കെ ഇന്ദ്രി തകർക്കാ. ചേടാ പാവടാ. നമുക്ക് ഇങ്ങനെയാണെങ്കിലും പാവം തോന്നുന്നു. എല്ലാവർക്കും ഉണ്ട് ഇതുപോലെ എല്ലാവർക്കും തോന്നണമല്ല. അതിനല്ലേ ചേട്ടൻ ഇങ്ങനത്തെ ദുഷ്ടപ്രവൃത്തി ചെയ്തത്. പാവം. എനിക്കിപ്പൊ തന്നെ ഞാൻ അതന്നെ ഇതിങ്ങനെ കാണുമ്പോ നമുക്ക് പാവം തോന്നുന്നു. അതിന്റെ ഇരുത്തം നോക്കിയേ. അതിന്റെ ഇരുത്തം നോക്കിയ ഡ്രസ്സും ചേട്ടാ പാവം കുഞ്ഞല്ലേ. അയ്യോ ദുർഗ ചിരിക്കടാ. ദുർഗക്ക് വിഷമല്ലേ? വിഷമൊന്നുമില്ല, ചെറിയൊരു സങ്കടം. പെണ്ണേ പാലൊന്നും തായോ. പാലത്തിലൂടെ അമ്മ ഞാൻ മുടി ചെറുതായിട്ടൊന്ന് അഴിച്ചിട്ടുണ്ട്. അമ്മ പാലും കൊണ്ട് പോയപ്പോ പാടിയതാണ്. പാൽക്കാരി പെണ്ണേ പാലൊന്നും തായോ. ഇവിടെ അടിച്ചാരനൊന്നും കാണുന്നില്ല. നീ വെറുതെ കയ്യിന്നിടുന്നതാണ്. ഇതൊന്നും ക്യാമറയിലില്ല. എനിക്ക് വീട് വൃത്തിയാവും, അത്രേ ഉള്ളു. ക്യാമറ ഇവിടെ ഉണ്ട്. അയ്യോ എനിക്ക് ഇന്ദ്രനെ അങ്ങനെ പറയുമ്പോ ഭയങ്കര സങ്കടം വരുന്നപ്പോ. പാവം ചെക്കൻ. ചേട്ടൻ ഇവിടെ ഇടയിൽ കൂടെ ഓരോ പണി ചെയ്യട്ടെ. ചേട്ടൻ കണ്ട ഷോർട്സ് എടുക്കാൻ വേണ്ടി ചേട്ടൻ ഇനി വീണ്ടും ചോറെടുക്കണം കുട്ടികൾക്ക്. ചിക്കൻ കറി ആണെന്ന് തിരിയോ അല്ലേ? ഇപ്പൊ ഇന്ദ്ര വന്നിട്ട് ചോദിക്കും, അമ്മേ എനിക്കൊരു ചിക്കൻ കഷ്ണം താമേ. എവിടെ ചിക്കൻ കഷ്ണം കൊടുക്കൂല പാവം കൊച്ചിന്. അച്ചാർ മനസ്സിലായോ? ഓക്കെ റെഡി റെഡി. ഇത് നിന്റെ മാത്രം എടുക്കണം. സന്ധ്യ വെറുതെ അഭിനയിച്ചു കൊടുത്താ കേട്ടോ. റെഡി ഹാപ്പി ഹാപ്പി. എടുത്തിട്ട് പോകുമ്പോ ശരിയാക്കിട്ട് പോവോ? സമയമില്ല ഒരു മിനിറ്റിൽ ഇതെല്ലാം ആക്കണം. കുമ്പിട്ട് താഴെ എടുക്ക്. റെഡി. നിങ്ങ പോയിക്കാ. എന്റെ ഷോട്ട് കഴിഞ്ഞു കേട്ടോ. ഞാൻ രക്ഷപ്പെട്ടു. അതന്നെ കിട്ടി. വാ
വിത്തിന് ഇത്രയും ബുദ്ധിയാ അതാ ഒന്നാമത്തെ മോനിങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നപ്പ എല്ലാരും പോയിട്ട് എന്റെ അച്ഛൻ ശരിയായിട്ടില്ല. എന്താ അച്ഛാ മതി അച്ഛാ അമ്മ പഠിപ്പിച്ച അങ്ങനെ ചിന്തിച്ചെടുക്കാൻ അതെന്തല്ലോ ഗാലറിക്ക് പുറത്ത് നിന്നിട്ട് വലിയ ഡയലോഗ് അടിച്ചിട്ട് ഇപ്പൊ എന്തായി കൊണ്ടാടി എന്റെ മോനല്ലേ ജയിച്ചെ കൊണ്ടാടി കുറച്ച്. എന്റെ മോൻ ജയിച്ചാൽ എനിക്ക് കൊണ്ടാന്ന് നല്ല കശുമാൻ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് കേട്ടാ. അങ്ങനെ ഒരു കട്ടൻ ചായ മാരോ റൂട്ട് ബിസ്ക്കറ്റും ഒക്കെ തന്ന് ഞങ്ങൾ നേരെ തിരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെതാ എണ്ണ തേച്ച് ഇതാണ് ബാലഗോപാലന് എണ്ണ എന്തായാലും കടിഞ്ഞൂൽ പേരക്കടാവല്ലേ കടിഞ്ഞൂൽ അതാ ഇവൻ തന്നെ പറയണ അതൊന്നും പറയണ്ട അമ്മേന്ന്. ഇല്ല പേരൊന്നും പിടിക്കാലപ്പാ കട്ടാക്ക. ഇതെന്താണ് എന്റെ മോന്റെ മുടി ഇങ്ങനെ? ഇത് മറ്റേ ഒരു ഓയിലാട്ടാ. അത് ഉള്ള പേനൊക്കെ പോകുന്നുള്ളൊരു ഇതിനകത്ത് അങ്ങനെ നമ്മൾ പെട്ടെന്നാണ്. എന്റെ മോൻ പറയുന്നത് അമ്മയെ പേനുണ്ടെന്നൊന്നും പറയല്ലേന്ന്. ഇല്ല പിന്നെ പേരൊന്നും അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഇത്രയും മുടിയെല്ലാം ഉണ്ടാവുമ്പോ തലയാവുമ്പോ എല്ലാ തലയിലും പേനുണ്ടാവും. അല്ലാണ്ട് അങ്ങനെ ഒരുപാട് പേരൊന്നും ഇല്ല. അങ്ങനത്തെ നന്ദു അങ്ങനത്തെ പേനൊന്നും എന്റെ മോന്റെ തലയിലില്ലപ്പ. ഞങ്ങൾ ഒരുവിധം പേനൊക്കെ ഇങ്ങനെ പിടിക്കുന്നല്ലേ. അപ്പൊ ഞാൻ പോന്നു ഞങ്ങൾ കൊണ്ടാക്കാൻ വരുന്നുണ്ട്. ഞാൻ പോന്നു അവളോട് വാ കൊണ്ടാക്ക്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിടാൻ നോക്കണ്ട. വാ കൊണ്ടാക്കിട്ട് പോയാ മതി. പെടച്ചിരുന്ന അതിന്റെ ഉള്ളില്. അമ്മ ഞാൻ പോയാ ടാറ്റോ. അമ്മ ബിസിയാപ്പ അമ്മ ഞാൻ പോയി നാളെ വരാട്ടോ. അച്ഛൻ ഞാൻ പോന്നേ. ടാറ്റാ ടാറ്റാ. നിഖിനൊക്കെ സമ്മതിക്കണം കേട്ടാ. നമ്മളെല്ലാം പല്ലുപൂരി ഒരു അരിന്റെ അല്ലെങ്കിൽ ഒരു എന്തൊക്കെ ഒരു നാരി കയറിയിരുന്നാ നമുക്കൊക്കെ അസ്വസ്ഥ. അത് ഇങ്ങനെ എടുക്കാണ്ടൊരു സാധനം ഇത്രയും വലിയ സാധനം കേട്ട് പല്ലുമ്പോ വെച്ചിട്ട് ഒരു 2 വർഷം ഞാൻ കമ്പ്യൂട്ടറിന് ഒരു ഗുണം ഉണ്ടാവും. ഇത് നമ്മള് 6 മാസം ഡോക്ടർ ഇപ്പൊ എന്നോട് പറഞ്ഞേ. ആദ്യം പറഞ്ഞ ഡോക്ടർ നൈറ്റ് മാത്രം ഇട്ടാൽ മതി. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ മാത്രം ഊരി വെച്ചോ, അല്ലെങ്കിൽ ചിലപ്പോ നമ്മളെ പല്ല് വീണ്ടും തുപ്പലിന്റെ എല്ലാം പ്രശ്നം വരുന്നുണ്ടോ? അത് നമുക്ക് കൊറേ സംസാരിക്കാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെ അതൊരു ഇതാവും. ഇങ്ങനെയുള്ള ടീമിനോടൊക്കെ എനിക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്. കഴിച്ചത് ഇങ്ങനെയെങ്കിലും നിന്നോട്ട് പോയ വരയത് കുഴപ്പമില്ല. ശരിയായില്ലേ? ഗുഡ് ഗ്ലാമർ ആയില്ല. എന്തായിക്കോട്ടെ പിന്നെ എന്ത് പറയാ. ആരും ഒന്നും പറയാനൊന്നുമില്ല. പറയുന്ന ആൾക്കാരെ അങ്ങ് പറയുന്നല്ലാണ്ട് ഒന്നും നമ്മ വില കൊടുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്താണ് നമ്മളിങ്ങനെയാണ്. നമ്മളിങ്ങനെ അത് തണുപ്പ് കൂടുതലെന്നും പറഞ്ഞാൽ ഇപ്പൊ പുറത്തു പോയത് ഭയങ്കര തണുപ്പാണ് ഉള്ളിൽ. ഈ ചൂടില് ഇങ്ങനെയൊക്കെ ഒന്ന് ഇരിക്കാൻ വേണ്ടി ആൾക്കാർ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമ്മളിപ്പോ നിൽക്കുന്ന പല്ല് ഇതാക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇങ്ങനെ കയറിയതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് നേരെ മടക്കരയിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ മടക്കരയിലേക്ക് യാത്ര തിരിച്ചു. അപ്പോ അടുത്ത വീഡിയോയിൽ ഇനി കാണാല്ലേ. കുറച്ച് ദിവസത്തെ വീഡിയോയിൽ ഉണ്ടാവൂല അല്ലേ? അതെ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാം.